ഹായ്. ബി.എൻ.എസ്.എസിന്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സമൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ബി.എൻ.എസ്.എസിന്റെ സെക്ഷൻ 63 മുതൽ സെക്ഷൻ 71 വരെയുള്ള സെക്ഷൻസിന്റെ അകത്താണ് സമൻസിനെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ എസ്.ഐ മെയിൻസ് പരീക്ഷയുടെ സിലബസ് നോക്കുന്ന സമയത്ത് സിലബസിന്റെ അകത്ത് സെക്ഷൻ 63 മുതൽ സെക്ഷൻ 70 വരെയാണ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് സമൻസ് എന്താന്ന് നോക്കാം, എങ്ങനെയാണ് സമൻസ് സെർവ് ചെയ്യേണ്ടത്, സമൻസുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ നോക്കാം. അപ്പൊ ഇനി നമുക്ക് സെക്ഷൻ 65 നോക്കാം. സെക്ഷൻ 65 പറയുന്നത് സർവീസ് ഓഫ് സമൻസ് ഓൺ കോർപ്പറേറ്റ് ബോഡീസ്, ഫേംസ് ആൻഡ് സൊസൈറ്റീസ് ആണ്. ഒരു കോർപ്പറേറ്റ് ബോഡിക്ക്, ഒരു ഫേമിന്, ഒരു സൊസൈറ്റിക്ക് ഒക്കെ സമൻസ് അയക്കുകയാണെങ്കിൽ അത് എങ്ങനെയാണ് അയക്കേണ്ടത്, അതല്ലെങ്കിൽ അത് ആർക്കാണ് സെർവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് സെക്ഷൻ 65 ഡിസ്കസ് ചെയ്യുന്നത്. സെക്ഷൻ 65 രണ്ട് സബ്സെക്ഷൻസ് ഉണ്ട്. ഒന്നാമത്തെ സബ്സെക്ഷൻ നോക്കുകയാണെങ്കിൽ അവിടെ പറയുന്നത് സർവീസ് ഓഫ് സമൻസ് ഓൺ എ കമ്പനി ഓർ കോർപ്പറേഷൻ, ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു കോർപ്പറേഷന് എങ്ങനെ സമൻസ് സെർവ് ചെയ്യണം എന്നാ പറയുന്നത്. അവിടെ പറയുവാണ് ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ ആണ് സമൻസ് സെർവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമൻസ് ആർക്കാണ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ആർക്കാണ് സെർവ് ചെയ്യേണ്ടത്? ഡയറക്ടർ, മാനേജർ, സെക്രട്ടറി ഓർ അതർ ഓഫീസർ ഓഫ് ദ കമ്പനി ഓർ കോർപ്പറേഷൻ എന്നാ പറയുന്നത്. അതായത് ഒരു സമൻസ് സെർവ് ചെയ്യുന്നത് ഒരു കമ്പനിക്കാണ് അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ഡയറക്ടർ ആരാണോ, മാനേജർ ആരാണോ, അല്ലെങ്കിൽ സെക്രട്ടറി ആരാണോ, അല്ലെങ്കിൽ അതിന്റെ അത്തരത്തിലുള്ള ഒരു ഓഫീസർ ആയിട്ടുള്ളത് ആരാണോ അവർക്കാണ് അത് സെർവ് ചെയ്യേണ്ടത് എന്നാണ് സെക്ഷൻ 65 പറയുന്നത്. അപ്പൊ അത്തരത്തില് ഒരു കമ്പനിക്കോ കോർപ്പറേഷനോ സമൻസ് സെർവ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഡയറക്ടർക്കോ മാനേജർക്കോ സെക്രട്ടറിക്കോ മറ്റു ഓഫീസർമാർക്കോ അയക്കാം. അത് ഫിസിക്കലായിട്ട് കൊടുക്കുന്ന സമയത്ത് അങ്ങനെ. ഇനിയിപ്പോ ഫിസിക്കലായിട്ട് സർവീസ് സമൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിട്ട് ഇതേ കമ്പനിയുടെ അല്ലെങ്കിൽ ഇതേ കോർപ്പറേഷന്റെ മാനേജർക്കോ ഡയറക്ടർക്കോ സെക്രട്ടറിക്കോ മറ്റു ഓഫീസർക്കോ അയക്കാനും സാധിക്കും എന്നുള്ളതാണ്. അപ്പം ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു കോർപ്പറേഷന് സമൻസ് അയക്കണ സമയത്ത് അത് ഇൻ പേഴ്സൺ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ആർക്ക് കൊടുക്കണം? അതിന്റെ ഡയറക്ടർ, മാനേജർ അങ്ങനെയുള്ള പോസ്റ്റുള്ള ആൾക്കാർക്ക് കൊടുക്കണം, നമ്മളിവിടെ പറഞ്ഞ പോലെ. ഇനി നേരിട്ടല്ല കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ബൈ ലെറ്റർ ആയിട്ടും കൊടുക്കാൻ പറ്റും. അതൊരു രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിട്ട് അയച്ചാൽ മതി. അപ്പം അത് ആരെ അഡ്രസ് ചെയ്തിട്ട് വേണം അയക്കാൻ? അതേ കമ്പനിയുടെ അല്ലെങ്കിൽ അതേ കോർപ്പറേഷന്റെ ഡയറക്ടർ, മാനേജർ, സെക്രട്ടറി മറ്റു ഓഫീസർ ആയിട്ടുള്ള ആൾക്ക് രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിട്ട് അയച്ചാലും മതി എന്നാണ് സെക്ഷൻ 65ന്റെ സബ്സെക്ഷൻ 1 പറയുന്നത്. അപ്പൊ പോസ്റ്റലായിട്ട് അയക്കുന്ന സമയത്ത് സമൻസ് സെർവ് ആയി എന്നെങ്ങനെയാ കരുതുക? അത് ഓർഡിനറി ആയിട്ട് ഒരു പോസ്റ്റ് അവിടെ എത്താൻ എടുക്കുന്ന സമയം അത് പ്രകാരം കണക്കാക്കിയിട്ടാണ് അവിടെ എത്തിയിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോ ഹൂ ക്യാൻ റിസീവ് എ സമൻസ് ഓൺ ബിഹാഫ് ഓഫ് എ കമ്പനി ഓർ കോർപ്പറേഷൻ എന്നുള്ളതാണ് പഠിച്ചത്. ഇനി ഈ സബ്സെക്ഷന് തന്നെ ഒരു പ്രൊവൈസോ അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. അപ്പൊ 65ന്റെ സബ്സെക്ഷൻ 1ന്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് കൊടുത്തേക്കുന്നത് 2013 കമ്പനീസ് ആക്ട് എന്ന് പറഞ്ഞ നിയമം. ആ ആക്ടിന്റെ അകത്ത് ആരെയാണോ കമ്പനിയായി കണക്കാക്കുന്നത്, ആ ആക്ടിന്റെ അകത്ത് ആരെയാണോ കോർപ്പറേഷൻ ആയിട്ട് കണക്കാക്കുന്നത് അവരായിരിക്കും കമ്പനി, കോർപ്പറേഷൻ എന്നുള്ള മീനിങ്ങിന്റെ അകത്ത് ഈ നിയമത്തിന്റെ അകത്തും വരിക എന്നാണ് പറയുന്നത്. അതുപോലെ സൊസൈറ്റി എന്നുള്ള ഒരു ടേം ഉപയോഗിക്കുന്നിടത്ത് സൊസൈറ്റി എങ്ങനെയുള്ള സൊസൈറ്റിയുടെ ഡെഫിനേഷൻ എവിടെയാണ് പറയുന്നത്? സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് ഓഫ് 1860 എന്ന് പറഞ്ഞ ആക്ട് ഉണ്ട്. അതിന്റെ അകത്ത് പറയുന്ന പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള സൊസൈറ്റികളെയാണ് ഈ നിയമത്തിന്റെ അകത്തും സൊസൈറ്റി ആയിട്ട് കണക്കാക്കുന്നത് എന്നാണ് പറയുന്നത്. നമുക്കിനി രണ്ടാമത്തെ സബ്സെക്ഷൻ 2ലേക്ക് പോകാം. നമുക്കിനി സബ്സെക്ഷൻ 2ലേക്ക് പോകാം. വേറൊരു കാര്യം കൂടെ, ഈ കമ്പനി എന്നുള്ളതിന്റെ ഡെഫിനേഷന്റെ അകത്ത് എപ്പോഴും പ്രൈവറ്റ് ആൻഡ് പബ്ലിക് കമ്പനീസ് എല്ലാം വരും കേട്ടോ. അപ്പൊ സബ്സെക്ഷൻ 2ലേക്ക് പോകാം. സബ്സെക്ഷൻ 2ന്റെ അകത്ത് അപ്പോൾ സെക്ഷൻ 65ന്റെ സബ്സെക്ഷൻ 2ല് സർവീസ് ഓഫ് സമൻസ് ഓൺ എ ഫേം അല്ലെങ്കിൽ അതർ അസോസിയേഷൻ ആണ് പറയുന്നത്. ഒരു ഫേം അല്ലെങ്കിൽ മറ്റൊരു അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ്, ഒരു കൂട്ടം ആളുകളുടെ ഒരു അസോസിയേഷൻ, ഇവർക്ക് എങ്ങനെയാണ് സമൻസ് സെർവ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. നേരത്തെ നമ്മൾ പഠിച്ച പോലെ തന്നെ കമ്പനി, കോർപ്പറേഷന് സെർവ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് സെർവ് ചെയ്യുന്നത്. ഇൻ പേഴ്സൺ ആയിട്ട് സെർവ് ചെയ്യുകയാണെങ്കിൽ അത് ആർക്കാണ് കൊടുക്കേണ്ടത്? പാർട്ട്ണർ ഓഫ് ദി ഫേം ആണ്. ഒരു ഫേമിന്റെ പാർട്ട്ണർക്കാണ് ആ ഒരു സമൻസ് കൊടുക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ അസോസിയേഷൻ ആണെങ്കിൽ അസോസിയേഷന്റെ അതുപോലുള്ള പാർട്ട്ണർ ആയിട്ടുള്ള അതുപോലുള്ള സ്ഥാനത്തിരിക്കുന്ന ആളുകൾക്കാണ് കൊടുക്കേണ്ടത്. പിന്നെ ഇൻ പേഴ്സൺ അല്ലാണ്ട് രജിസ്റ്റേർഡ് ലെറ്റർ ആയിട്ടും പോസ്റ്റലായിട്ട് അയച്ചിട്ടുള്ള രജിസ്റ്റേർഡ് ലെറ്റർ ആയിട്ടും സമൻസ് ഇത്തരത്തിൽ ഫേംസിന് അല്ലെങ്കിൽ അസോസിയേഷൻസിന് സെർവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അങ്ങനെ പോസ്റ്റലായിട്ട് അയക്കുകയാണെങ്കിലും ഓർഡിനറി ഒരു പോസ്റ്റ് റിസീവ് ചെയ്യാൻ എത്ര അല്ലെങ്കിൽ അവിടെ എത്താൻ വേണ്ടി എത്ര സമയം എടുക്കും, ആ സമയം കൊണ്ട് അത് അവിടെ എത്തി എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പൊ സെക്ഷൻ 65ല് നമ്മൾ മൊത്തത്തിൽ പഠിച്ചത് സമൻസ് ഒരു കോർപ്പറേഷൻ അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് സമൻസ് എങ്ങനെയാ സെർവ് ചെയ്യുന്നത് സബ്സെക്ഷൻ 1ലും, ഒരു ഫേം അല്ലെങ്കിൽ അസോസിയേഷൻ അല്ലെങ്കിൽ സൊസൈറ്റി പോലുള്ള സംഭവങ്ങൾക്ക് എങ്ങനെയാണ് സമൻസ് സെർവ് ചെയ്യുക എന്നുള്ളത് സബ്സെക്ഷൻ 2ലും ആണ് പഠിച്ചത്. രണ്ട് കൂട്ടർക്കാണെങ്കിലും സമൻസ് ബൈ ഹാൻഡ് അതായത് പേഴ്സണലിയും സെർവ് ചെയ്യാം, അല്ലെങ്കിൽ ലെറ്റർ ത്രൂ രജിസ്റ്റേർഡ് ലെറ്റർ ത്രൂവും സെർവ് ചെയ്യാം. കമ്പനി ആണെങ്കിൽ അതിന്റെ മാനേജർ അല്ലെങ്കിൽ ഡയറക്ടർ അങ്ങനെയുള്ള പോസ്റ്റുള്ള ആളുകൾക്കാണ് സമൻസ് കൊടുക്കേണ്ടത്. ഇത്തരത്തിലുള്ള ഫേംസും അസോസിയേഷനും ആണെങ്കിൽ അതിന്റെ എനി ഓഫ് ദ പാർട്ട്ണർക്ക് കൊടുത്താൽ മതി എന്നുള്ളതാണ്.
അപ്പൊ 65 മനസ്സിലായല്ലോ. ഇനി സെക്ഷൻ 66 നോക്കാം. ഓക്കെ, ഇനി സെക്ഷൻ 66 നോക്കുകയാണെങ്കിൽ സെക്ഷൻ 66 വളരെ സിമ്പിൾ ആണ്. സമൺസ് സെർവ് ചെയ്യാൻ പോയ ഉദ്യോഗസ്ഥന് ആ സമൺസ് കൊടുക്കേണ്ടുന്ന ആളെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ പറയുന്നത് when the person summoned cannot be found, അയാളെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഒരുപാട് അന്വേഷണങ്ങളൊക്കെ നടത്തി, പക്ഷെ ആ സമൺസ് കൊടുക്കേണ്ടുന്ന ആളെ പോലീസ് ഓഫീസർക്ക് അല്ലെങ്കിൽ സമൺസ് കൊടുക്കാൻ പോയ ഉദ്യോഗസ്ഥന് കാണാൻ വേണ്ടി സാധിച്ചില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ഈ സമൺസ് സെർവ് ചെയ്യേണ്ട ഇയാളുടെ അഡ്രസ്സ് ഉണ്ടല്ലോ, ഇയാളുടെ വീടുണ്ടല്ലോ, അവിടെ പോവാ, എന്നിട്ട് ആ ഫാമിലിക്ക് അകത്തുള്ള ഒരു അഡൾട്ട് മെമ്പറിന് സമൺസ് സെർവ് ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ സെർവ് ചെയ്യുന്ന സമയത്ത് പോലീസ് ഓഫീസർക്ക് അല്ലെങ്കിൽ സമൺസ് സെർവ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന് എന്ത് പറയാൻ വേണ്ടി സാധിക്കും? രണ്ട് സമൺസിന് രണ്ട് കോപ്പി ഉണ്ടാവുമല്ലോ, ഡ്യൂപ്ലിക്കേറ്റ് ആണ് അവിടെ വീട്ടിൽ കൊടുക്കേണ്ടത്. അപ്പൊ അതിന്റെ ഒറിജിനൽ കോപ്പി ഉണ്ടല്ലോ കോടതിയിലേക്ക് അയക്കേണ്ടത്, അതിന്റെ അകത്ത് അതിന്റെ പുറകു ഭാഗത്തായിട്ട് സമൺസ് റിസീവ് ചെയ്യുന്ന ആളുകൊണ്ട് ഒന്ന് സൈൻ ചെയ്ത് മേടിച്ചാൽ മതി. അപ്പൊ ഇന്ന ആൾക്ക് വേണ്ടി ഞാൻ സമൺസ് റിസീവ് ചെയ്തു എന്നുള്ള സെൻസിൽ അയാളെ കൊണ്ട് ഒരു അക്നോളജ്മെന്റ് ആയിട്ട് ഒരു ഒപ്പിട്ട് മേടിച്ചാൽ മതി. എന്നിട്ട് അതിന്റെ കോപ്പി കോടതിയിലേക്ക് കൊടുത്താലും മതി. ഇത് ഏത് സാഹചര്യത്തിലാ പറയുന്നേ? സമൺസ് ആക്ച്വലി സെർവ് ചെയ്യേണ്ടുന്ന ആളെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പൊ അയാളുടെ അഡ്രസ്സിൽ പോയി, അയാൾ റിസൈഡ് ചെയ്യുന്ന അയാളുടെ അഡ്രസ്സിൽ എവിടെയെങ്കിലും പോയാൽ പോരാ, അയാൾ താമസിക്കുന്ന അയാളുടെ വീട്ടിൽ പോകണം. ആ വീട്ടിലുള്ള ഒരു അഡൾട്ട് മെമ്പർ, അഡൾട്ട് എന്ന് പറഞ്ഞാൽ 18 വയസ്സിന് മേലുള്ള മെമ്പർ, അയാളുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഭാര്യയോ ഭർത്താവോ ആരും ആവാം, അഡൾട്ട് മെമ്പറിന് കൈമാറി കഴിഞ്ഞാൽ അതൊരു വാലിഡ് സെർവിങ് ഓഫ് സമൺസ് ആയിട്ട് കണക്കാക്കപ്പെടും എന്നാണ് സെക്ഷൻ 66 പറയുന്നത്. പക്ഷെ ഇത് ആളെ കണ്ടുപിടിക്കാൻ പറ്റാത്ത, സമൺസ് ആക്ച്വലി കൊടുക്കേണ്ടുന്ന ആളെ കണ്ടുപിടിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇങ്ങനെ കൊടുക്കാൻ പറ്റുക. അതിനൊരു എക്സ്പ്ലനേഷനും കൂടെ അതിന്റെ അകത്ത് പറയുന്നുണ്ട്. എ സെർവന്റ് ഈസ് നോട്ട് എ മെമ്പർ ഓഫ് ദ ഫാമിലി വിത്ത് ദ മീനിങ് ഓഫ് ദിസ് സെക്ഷൻ. ഇപ്പൊ ഒരു വീടിന്റെ അകത്ത് പോയി, ആ വീടിന്റെ അകത്ത് അവിടെ ആ വീട്ടിൽ താമസിക്കുന്ന യഥാർത്ഥത്തിലുള്ള ആ വീട്ടിലുള്ള ആളുകൾ ആരും ഇല്ല, പകരം അവിടെ സെർവന്റ് ആണുള്ളത്. അപ്പൊ സെർവന്റ് അഡൾട്ട് മെമ്പർ ആണ്, പക്ഷെ സെർവന്റിന് സമൺസ് സെർവ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അത് വാലിഡ് ആയിട്ടുള്ള സെർവിങ് ഓഫ് സമൺസ് ആയിട്ട് കണക്കാക്കപ്പെടൂ? ഇല്ല. അപ്പോ സമൺസ് സെർവ് ചെയ്യേണ്ടുന്ന ആളുടെ വീട്ടിൽ പോയിട്ട് സെർവന്റിന് സമൺസ് കൊടുത്തു കഴിഞ്ഞാൽ അത് വാലിഡ് ആയിട്ടുള്ള സർവീസ് ഓഫ് സമൺസ് ആയിട്ട് കണക്കാക്കപ്പെടില്ല. ഈ സെർവന്റ് ആയിട്ടുള്ള ആളെ ഫാമിലി മെമ്പർ ആയിട്ട് കണക്കാക്കില്ല എന്നാണ് സെക്ഷൻ 66 പറയുന്നത്. ഇത്രയേ ഉള്ളൂ സെക്ഷൻ 66. നമുക്ക് ഇനി സെക്ഷൻ 67 എന്താ നോക്കാം. സെക്ഷൻ 67ലേക്ക് വരികയാണെങ്കിൽ സെക്ഷൻ 67 പറയുന്നത് പ്രൊസീജിയർ വെൻ സർവീസ് കനോട്ട് ബി എഫക്റ്റഡ് ആസ് ബിഫോർ പ്രൊവൈഡഡ് എന്നാ. മുമ്പ് പറഞ്ഞ രീതിയിലൊന്നും ഒരാൾക്ക് സമൻസ് സെർവ് ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യും എന്നുള്ള ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് സെക്ഷൻ 67 പറയുന്നത്. അപ്പൊ ഇവിടെ പറയാണ് സെക്ഷൻ 64ൽ പറയുന്നത് പ്രകാരം പേഴ്സണൽ ആയിട്ട് ഒരാൾക്ക് സമൻസ് കൊടുക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അയാൾക്ക് പേഴ്സണൽ ആയിട്ട് എന്ന് പറയുമ്പോൾ അവിടെ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ത്രൂ കൊടുക്കുന്നു പറയുന്നുണ്ട്, അങ്ങനെയും സാധിച്ചില്ല. അല്ലെങ്കിൽ അതൊരു കമ്പനി അല്ലെങ്കിൽ കോർപ്പറേഷനോ അല്ലെങ്കിൽ സൊസൈറ്റിയോ ഒക്കെ ആണെങ്കിൽ അവർക്ക് ഡയറക്ടർ ത്രൂ കൊടുക്കുന്ന കാര്യം പറയുന്നുണ്ട്. അങ്ങനെ സെക്ഷൻ 65ൽ പറയുന്ന പ്രകാരവും കൊടുക്കാൻ സാധിച്ചില്ല. അല്ലെങ്കിൽ ഒരു അയാളുടെ ഫാമിലിക്ക്, അല്ലെങ്കിൽ സെക്ഷൻ 66 പറയുന്ന പോലെ അയാളുടെ ഫാമിലിക്ക് അകത്ത് പോയിട്ട് റെസിഡൻസിന്റെ അകത്ത് പോയിട്ട് അയാളുടെ അഡൾട്ട് ഫാമിലി മെമ്പർക്ക് സമൻസ് സെർവ് ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട്, അങ്ങനെയും കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞ രീതിയിലൊന്നും ഒരു വ്യക്തിക്ക് കോടതി സമൻസ് അയച്ചിട്ട് ആ സമൻസ് അയാളിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിച്ചില്ല, അല്ലെങ്കിൽ അയാളെ കണ്ടു കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതിന് ഒരു ഉത്തരമാണ് സെക്ഷൻ 67 പറയുന്നത്. അതായത് ആ സമൻസ് സെർവ് ചെയ്യേണ്ട ഉദ്യോഗസ്ഥൻ അയാളുടെ വീട്ടിൽ പോവുക, അയാളുടെ വീടിന്റെ ഏറ്റവും വിസിബിൾ ആയിട്ടുള്ള ഒരു പാർട്ടിന്റെ അകത്ത് ആ സമൻസിന്റെ ഒരു കോപ്പി എന്ന് പറഞ്ഞാൽ 2 സമൻസ് ഉണ്ട്, അപ്പൊ അയാൾക്ക് കൊടുക്കേണ്ടുന്ന ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഒട്ടിച്ചു വെക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ സമൻസ് സെർവ് ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ സമൺ ചെയ്യേണ്ടുന്ന വ്യക്തിയുടെ വീടിന്റെ റെസിഡൻസിന്റെ കോൺസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു പാർട്ടിൽ സമൺസ് അഫിക്സ് ചെയ്ത് വെക്കുന്നത് ഒരു വാലിഡ് സെർവിങ് ഓഫ് സമൻസ് ആയിട്ടാണ് സെക്ഷൻ 67 പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഈ രീതിയിലാണ് സമൺസ് സെർവ് ചെയ്യുന്നുണ്ടെങ്കിൽ കോടതി അതിന്റെ അകത്ത് വാലിഡ് ആയിട്ട് സമൺസ് സെർവ് ചെയ്തു എന്ന് കോടതിക്ക് തീരുമാനിക്കാൻ വേണ്ടി പറ്റും. വേണമെങ്കിൽ കോടതിക്ക് എന്തും പറയാൻ വേണ്ടി പറ്റും, ഒരു ഫ്രഷ് ആയിട്ട് ഒന്നും കൂടെ ഒന്ന് സമൺസ് സെർവ് ചെയ്യാൻ വേണ്ടി കോടതിക്ക് ഇഷ്യൂ ചെയ്യാനും പറ്റും. അതായത് ഒരാൾക്ക് സമൺസ് സെർവ് ചെയ്യാൻ ഒരു മാർഗവും ഇല്ല, ഒരു രീതിയിലും അയാളെ കണ്ടു കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അയാളെ വീടിന്റെ വിസിബിൾ ആയിട്ടുള്ള ഒരു പോർഷനിൽ ഒരു ഭാഗത്ത് സമൺസ് അഫിക്സ് ചെയ്ത് പോരാം, ഒട്ടിച്ചു വെക്കാം, അറ്റാച്ച് ചെയ്ത് വെക്കാം എന്നുള്ള ഒരു രീതിയാണ് സെക്ഷൻ 67ൽ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതൊരു വാലിഡ് സെർവിങ് ഓഫ് സമൺസ് ആയിട്ട് കണക്കാക്കാൻ പറ്റും. അവിടെ കോടതിക്ക് 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്ന് ഇങ്ങനെ വാലിഡ് ആയിട്ട് കണക്കാക്കി അത് ഡ്യൂലി സർവ്ഡ് എന്ന രീതിയിൽ പറയാൻ പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ കോടതിക്ക് ഒന്നും കൂടെ ഫ്രഷ് ആയിട്ട് ഒരു സമൺസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയുള്ള അധികാരവും ഉണ്ടാവും. അത് കോടതിയുടെ ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും എന്നുള്ളതാണ് ഇവിടെ സെക്ഷൻ 67ൽ പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ആകത്തുക എന്ന് പറഞ്ഞാൽ അഫിക്സ് എനി വിസിബിൾ പാർട്ട് ഓഫ് ഹിസ് ഹൗസ്, ഒരാളെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾക്കുള്ള സമൻസ് അഫിക്സ് എനി വിസിബിൾ പാർട്ട് ഓഫ് ഹിസ് ഹൗസ് എന്നാ പറയുന്നത്. അയാളെ വീടിന്റെ ഒരു വിസിബിൾ ആയിട്ടുള്ള കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് അത് ഒട്ടിച്ചു വെക്കുക എന്നുള്ള ഒരു പരിഹാരമാണ്. അങ്ങനെയും സമൻസ് സെർവ് ചെയ്യാം എന്നാണ് സെക്ഷൻ 67 പറയുന്നത്. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം.
സർവീസ് ഓഫ് സമൺസ് ഓൺ എ ഗവൺമെന്റ് സർവന്റ് ആണ് സെക്ഷൻ 68 പറയുന്നത്. അതായത് കോടതി സമൺ ചെയ്ത ആൾ ഒരു ഗവൺമെന്റ് സർവന്റ് ആണെങ്കിൽ അയാൾക്ക് എങ്ങനെയായിരിക്കണം സമൻസ് സെർവ് ചെയ്യുക എന്നാണ് സെക്ഷൻ 68 നോക്കാൻ പോകുന്നത്. അപ്പൊ കോടതി സമൺ ചെയ്ത ആള് സർക്കാരിന്റെ ഒരു ഉദ്യോഗസ്ഥനാണ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് സമൻസ് കൊടുക്കേണ്ടത് പോലീസ് അല്ല, മറിച്ച് ആരാണ്? അയാൾ ജോലി ചെയ്യുന്ന അയാളുടെ ഓഫീസിലെ അതിന്റെ മേലുദ്യോഗസ്ഥനായിട്ടുള്ള അവിടുത്തെ മേലുദ്യോഗസ്ഥനായിട്ടുള്ള ഹെഡ് ആയിട്ടുള്ള തലവനായിട്ടുള്ള ആളാണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥന് സമൻസ് സെർവ് ചെയ്യേണ്ടത് എന്നാണ് സെക്ഷൻ 68 പറയുന്നത്. ഒരു ഗവൺമെന്റ് എംപ്ലോയിക്കാണ് സമൻസ് അയക്കുന്നതെങ്കിൽ കോടതി സമൻസ് അയക്കേണ്ടത് അയാൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ഹെഡ് ഓഫ് ദി ഓഫീസിനാണ്. ഹെഡ് ഓഫ് ദി ഓഫീസിന് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ആയിട്ടാണ് സമൻസ് അയക്കേണ്ടത്. സെക്ഷൻ 64 നമ്മൾ പറഞ്ഞതാണ് സമൻസ് സെർവ് ചെയ്യാനുള്ള അധികാരം പോലീസിനും അതുപോലെ കോടതി അപ്പോയിന്റ് ചെയ്യുന്ന ഓഫീസർക്കും പബ്ലിക് സർവന്റിനും ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ ഇവിടെ ഈ ഹെഡ് ഓഫ് ദി ഓഫീസ് എന്ന് പറയുന്ന ആൾ ഒരു പബ്ലിക് സർവന്റ് ആണ്. അപ്പോൾ സെക്ഷൻ 64 പറയുന്നത് പ്രകാരമാണ് അദ്ദേഹം സമൻസ് സെർവ് ചെയ്യേണ്ടത്. എന്നിട്ട് അത് സർട്ടിഫൈ ചെയ്തുകൊണ്ട് ആ സമൻസിന്റെ കോപ്പി തിരിച്ച് കോടതിക്ക് അയക്കുകയും കൂടെ വേണം. അപ്പൊ സർട്ടിഫൈ ചെയ്യാന്ന് പറയുന്ന സിഗ്നേച്ചർ ഇട്ടിട്ടൊന്ന് എൻഡോസ് ചെയ്തിട്ട് സമൻസ് ഡ്യൂലി സെർവ് ചെയ്തു എന്നുള്ള രീതിയിൽ അത് എൻഡോസ് ചെയ്തിട്ടാണ് കോടതിയിലേക്ക് അയക്കുന്നത്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സെക്ഷൻ 2 പറയുന്നുണ്ട്, സച്ച് സിഗ്നേച്ചർ ഷാൽ ബി എവിഡൻസ് ഓഫ് ഡ്യൂ സർവീസ്. സമൻസ് കൃത്യമായിട്ട് സെർവ് ചെയ്തു എന്നുള്ളതിന്റെ തെളിവിലേക്കായിട്ടാണ് ഇത്തരത്തിൽ സമൻസ് സെർവ് ചെയ്തിട്ടുള്ള മേലുദ്യോഗസ്ഥനായിട്ടുള്ള ആ ഹെഡ് ഓഫ് ദി ഓഫീസ് ആയിട്ടുള്ള ആ ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ സൈൻ ചെയ്തിട്ട് സമൻസ് തിരിച്ച് കോടതിയിലേക്ക് അയക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ സെക്ഷൻ 6 സിമ്പിൾ ആണ്. സർക്കാർ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരാൾക്ക് സമൻസ് അയക്കുവാണെങ്കിൽ കോടതി അയാളുടെ മേലുദ്യോഗസ്ഥനായിട്ടുള്ള അയാൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ഹെഡ് ഓഫ് ദി ഓഫീസ് ആയിട്ടുള്ള ആൾക്കാണ് സമൻസ് അയക്കേണ്ടത്. അയാൾ ത്രൂ ആണ് സമൻസ് സർവ് ചെയ്യപ്പെടേണ്ടത്. സെക്ഷൻ 64 പറയുന്നത് പ്രകാരമാണ് സമൻസ് ആ മേലുദ്യോഗസ്ഥൻ അയാളുടെ താഴെയുള്ള ഉദ്യോഗസ്ഥന് അയക്കേണ്ടത് അല്ലെങ്കിൽ കൊടുക്കേണ്ടത്. അത് ഇൻ പേഴ്സൺ ആയിട്ടും കൊടുക്കാം അല്ലെങ്കിൽ ഇൻ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ഉപയോഗിച്ചും കൊടുക്കാം എന്നുള്ളതാണ്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഇനി സെക്ഷൻ 69 ഒരു സിമ്പിൾ ആയിട്ടുള്ള സംഗതിയാണ്. സർവീസ് ഓഫ് സമൻസ് ഔട്ട്സൈഡ് ദ ലോക്കൽ ലിമിറ്റ്സ് ആണ്. ഒരു കോടതിയുടെ ലിമിറ്റിന്റെ ജൂറിസ്ഡിക്ഷന്റെ പുറത്തേക്ക് സമൻസ് അയക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ചാണ് സെക്ഷൻ 69 പറയുന്നത്. അപ്പൊ ഇവിടെ സമൺ ചെയ്യപ്പെടേണ്ടുന്ന ആൾ ജീവിക്കുന്നത് ഈ കോടതിയുടെ സമൻസ് അയക്കുന്ന കോടതിയുടെ ജൂറിസ്ഡിക്ഷന് പുറത്താണ് അല്ലെങ്കിൽ ലോക്കൽ ജൂറിസ്ഡിക്ഷന് പുറത്താണ് എന്നുണ്ടെങ്കിൽ സമൻസ് അയക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? സമൻസ് നേരിട്ട് അയക്കുകയല്ല ചെയ്യേണ്ടത്. പകരം അയാൾ ജീവിക്കുന്ന സമൺ ചെയ്യപ്പെടേണ്ടുന്ന വ്യക്തി ജീവിക്കുന്ന ജൂറിസ്ഡിക്ഷനിലുള്ള മജിസ്ട്രേറ്റിനാണ് സമൻസ് അയക്കേണ്ടത്. മജിസ്ട്രേറ്റിന് സമൻസിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ആയിട്ടാണ് അയക്കേണ്ടത് എന്നാണ് സെക്ഷൻ 69 പറയുന്നത്. സോ വെൻ എ കോർട്ട് ഡിസൈഡ് ടു സമൺ എ പേഴ്സൺ ഹു ഈസ് നോട്ട് ലിവിംഗ് ഇൻ ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് ദി സമൺഡ് കോർട്ട്, സമൺ ചെയ്യപ്പെടുന്ന കോടതിയുടെ ജൂറിസ്ഡിക്ഷനിലല്ല സമൺ ചെയ്യപ്പെടുന്ന വ്യക്തി താമസിക്കുന്നത് എന്നുണ്ടെങ്കിൽ അയാൾ എവിടെയാണോ താമസിക്കുന്നത് അയാളുടെ ആ ലോക്കൽ ജൂറിസ്ഡിക്ഷനുള്ള മജിസ്ട്രേറ്റിന് സമൺസിന്റെ ഡ്യൂപ്ലിക്കേറ്റ് അയക്കുകയും എന്നിട്ട് ആ മജിസ്ട്രേറ്റ് ത്രൂ ആണ് അയാളിലേക്ക് സമൺസ് എത്തിക്കേണ്ടത് എന്നാണ് സെക്ഷൻ 69 അകത്ത് പറയുന്നത്. ഇതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് സെക്ഷൻ 70 നമുക്ക് വരുന്നുണ്ട്. സെക്ഷൻ 70 ഡിസ്കസ് ചെയ്യുന്നത് പ്രൂഫ് ഓഫ് സർവീസ് ഇൻ കേസസ് ആൻഡ് വെൻ സെർവിംഗ് ഓഫീസർ നോട്ട് പ്രസന്റ് എന്നുള്ളൊരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ സമൻസ് അയച്ചതിന്റെ പ്രൂഫ് കോടതിയിലേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യവും അതുപോലെ തന്നെ സെർവ് ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥൻ അവൈലബിൾ അല്ലാണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആ കേസിന്റെ ഹിയറിംഗിലേക്ക് സമൺ ചെയ്തു അല്ലെങ്കിൽ സമൻസ് അയച്ചു എന്ന് ഉറപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളുമാണ് സെക്ഷൻ 70 ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ സെക്ഷൻ 69 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. കോടതി സമൺ ചെയ്യുന്ന ആള് കോടതിയുടെ ജൂറിസ്ഡിക്ഷന് പുറത്താണ് താമസിക്കുന്നത് എന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ആ വ്യക്തി താമസിക്കുന്ന സ്ഥലത്തെ മജിസ്ട്രേറ്റ് ത്രൂ ആയിരിക്കണം സമൺ ചെയ്യേണ്ടത് അയാളെ എന്നുള്ളൊരു കാര്യം. അപ്പൊ മറ്റൊരു കോടതിയിലേക്ക് സമൻസ് അയച്ച് ആ കോടതി സെക്ഷൻ 64ഉം 66ഉം പറയുന്നത് പ്രകാരം സമൻസ് സെർവ് ചെയ്തിട്ടാണ് ഈ വ്യക്തിയെ യഥാർത്ഥത്തിൽ ഒറിജിനൽ കോടതിയിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ ഒറിജിനൽ കോടതിക്ക് ഈ സമൻസ് സെർവ് ആയി എന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ആ സമൻസ് ഒറിജിനലി കൊടുത്തിട്ടുള്ള ഉദ്യോഗസ്ഥൻ ഉണ്ടാവുമല്ലോ, അതായത് സെക്കൻഡ് കോടതി, ഫസ്റ്റ് കോടതി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ കോടതി, യഥാർത്ഥത്തിൽ സമൻസ് ചെയ്യേണ്ടുന്ന കോടതി, അത് രണ്ടാമതൊരു മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് സമൻസ് അയക്കുന്നു. ആ മജിസ്ട്രേറ്റിന്റെ അസിസ്റ്റൻസ് സീക്ക് ചെയ്യുന്ന പോലെയാണ് അവിടെ ആക്ച്വലി പ്രവർത്തിക്കുന്നത് അല്ലെ. അപ്പം ആ കോടതിയിലേക്ക് അയക്കുന്നു. ആ കോടതി ഉദ്യോഗസ്ഥനെ സമൻസ് സെർവ് ചെയ്യാൻ പോലീസിനെയോ മറ്റു ഉദ്യോഗസ്ഥരെയോ അപ്പോയിന്റ് ചെയ്യുന്നു. അവരത് സെർവ് ചെയ്യുന്നു. അവരത് സെർവ് ചെയ്തതിന്റെ തെളിവിലേക്കായി ഒറിജിനൽ കോടതിയിലേക്ക് ഒരു അഫിഡവിറ്റ് കൊടുക്കുന്നു, സമൻസ് സെർവ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അഫിഡവിറ്റ് മാത്രം കൊടുത്താൽ പോരാ, അദ്ദേഹം സെർവ് ചെയ്തിട്ടുള്ള സമൻസിന്റെ ഡ്യൂപ്ലിക്കേറ്റിന്റെ അകത്ത് എൻഡോസ് ചെയ്തിട്ടുള്ള അതിന്റെ ഒരു കോപ്പിയും കൂടെ ഇത്തരത്തിൽ ഈ അഫിഡവിറ്റിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് ഒറിജിനൽ കോടതിയിലേക്ക് അയക്കണം എന്നാണ് സെക്ഷൻ 70 പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ ലഭിക്കുന്ന ഈ അഫിഡവിറ്റും അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് ഓഫ് സമൻസ്, അതായത് എൻഡോസ് ചെയ്യപ്പെട്ട ഡ്യൂപ്ലിക്കേറ്റ് ഓഫ് സമൻസും ഒക്കെ യഥാർത്ഥത്തിൽ ആ വ്യക്തിക്ക് സമൻസ് ലഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അതിന്റെ തെളിവിലേക്കായിട്ട് ഈ കോടതി ഒറിജിനൽ കോടതി സൂക്ഷിക്കുമെന്നാണ് സെക്ഷൻ 70 പറയുന്നത്. അതൊരു അഡ്മിസബിൾ ആയിട്ടുള്ള ഈ അഫിഡവിറ്റും ഈ എൻഡോസ് ചെയ്യപ്പെട്ട
ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഓഫ് സമൺസും ഒരു അഡ്മിസിബിൾ ആയിട്ടുള്ള എവിഡൻസ് ആയിട്ട് കോടതി അംഗീകരിക്കും എന്നാണ് സെക്ഷൻ 70ക്കകത്ത് പറയുന്നത്. അങ്ങനെ സമൻസ് ലഭിച്ചിട്ടില്ല എന്ന് അയാൾ പ്രൂവ് ചെയ്യുന്നത് വരെ അത് സമൻസ് സെർവ് ചെയ്തതായിട്ടാണ് ഇത്തരത്തിലുള്ള അഫിഡവിറ്റും അതുപോലെ തന്നെ എൻഡോസ് ചെയ്ത ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഉണ്ടെങ്കിൽ സമൻസ് സെർവ് ചെയ്തതായിട്ടാണ് സെക്ഷൻ 70 കണക്കാക്കുന്നത്, 70 പ്രകാരം കണക്കാക്കപ്പെടുന്നത് എന്നുള്ളതും കൂടെ മനസ്സിലാക്കി വെക്കുക. ഈ 70ക്ക് വേറെയും സബ്സെക്ഷൻസ് ഉണ്ട്. നമുക്ക് സബ്സെക്ഷൻ 2ലേക്ക് പോകാം. സബ്സെക്ഷൻ 2 പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ ഈ അഫിഡവിറ്റ് ഉണ്ടല്ലോ, അതായത് സമൻസ് സെർവ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ സമർപ്പിക്കുന്ന അഫിഡവിറ്റ്, ആ അഫിഡവിറ്റും നേരത്തെ നമ്മൾ പറഞ്ഞ സമൻസിന്റെ ഡ്യൂപ്ലിക്കേറ്റും ഒരുമിച്ച് അറ്റാച്ച് ചെയ്തിട്ട് വേണം ഒറിജിനൽ കോടതിയിലേക്ക് റിട്ടേൺ ചെയ്യാൻ അല്ലെങ്കിൽ അയക്കാൻ എന്നുള്ള കാര്യമാണ് സബ്സെക്ഷൻ 2നകത്ത് പറയുന്നത്. അപ്പൊ നമ്മൾ സബ്സെക്ഷൻ 1ൽ പഠിച്ചതിന്റെ ഒരു സമ്മറിയാണ് ഇവിടെ റെഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇഫ് എ സമൻസ് ഈസ് സെർവ്ഡ് ഔട്ട്സൈഡ് ദ ജൂറിസ്ഡിക്ഷൻ ആൻഡ് സെർവിംഗ് ഓഫീസർ ഈസ് ആബ്സെന്റ്, an affidavit made before a magistrate and an endorsed duplicate copy shall be accepted as proof of service unless proven otherwise എന്നുള്ളതാണ് നമ്മൾ സബ്സെക്ഷൻ 1ൽ പഠിച്ചത്. 2ൽ എന്താ പഠിക്കുന്നത്? അങ്ങനെ കൊടുക്കുന്ന അഫിഡവിറ്റും അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഓഫ് സമൻസും ഒരുമിച്ച് അറ്റാച്ച് ചെയ്തിട്ട് വേണം കോടതിയിലേക്ക് അയക്കാൻ എന്നാണ് സബ്സെക്ഷൻ 2ൽ പറയുന്നത്. ഒരു സബ്സെക്ഷനും കൂടെ ഉണ്ട് 3, അതും കൂടെ നോക്കാം. അപ്പൊ സെക്ഷൻ 70ന്റെ സബ്സെക്ഷൻ 3 ഇനി പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ത്രൂ ആണ് ഒരു സമൻസ് അയച്ചത് എന്നുണ്ടെങ്കിൽ ആ സമൻസും ഒരു ഡ്യൂളി സെർവ്ഡ് സമൻസ് ആയിട്ട് കണക്കാക്കപ്പെടും എന്നും, അങ്ങനെ സമൺ ചെയ്തു എന്നതിന്റെ തെളിവിലേക്കായിട്ട് അങ്ങനെ സമൺ ചെയ്തതിന്റെ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ മുഖാന്തരം സമൻസ് അയച്ചതിന്റെ ഒരു കോപ്പി എടുത്തു വെച്ചിട്ട് അതിന്റെ അകത്ത് സൈൻ ചെയ്ത് വെച്ച് അല്ലെങ്കിൽ അറ്റസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അതും കോടതിയുടെ തെളിവിലേക്കായിട്ട് സൂക്ഷിക്കണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇതെല്ലാം സമൺ ചെയ്യുന്ന ഉദ്യോഗസ്ഥരും കോടതിയും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളായിട്ടാണ് BNSSന്റെ സെക്ഷൻ 70ൽ പറയുന്നത്. അപ്പൊ കോടതിയുടെ ജൂറിസ്ഡിക്ഷന് പുറത്തുള്ള ഒരാളെ സമൺ ചെയ്യുമ്പോൾ അതിന്റെ പ്രൂഫിലേക്കായിട്ട്, സമൻസ് അയച്ചതിന്റെ പ്രൂഫിലേക്കായിട്ട് അഫിഡവിറ്റും അതുപോലെ തന്നെ അതിന്റെ ഡ്യൂപ്ലിക്കേറ്റും കീപ്പ് ചെയ്യുന്നതിനെ കുറിച്ചും, ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ത്രൂ സമൻസ് അയച്ചു കഴിഞ്ഞാൽ അതിന്റെ കോപ്പി എടുത്ത് അതിനെയും അറ്റസ്റ്റ് ചെയ്ത് വെച്ച് സൂക്ഷിക്കുന്നതും ഒക്കെ സമൻസ് അയച്ചു എന്ന് കൃത്യമായിട്ട് ബോധ്യമാവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ സെക്ഷൻ 70. അപ്പൊ 63 മുതൽ സെക്ഷൻ 70 വരെയാണ് നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളുടെ SIയുടെ സിലബസിൽ പഠിക്കാനുള്ളത്. പക്ഷെ സമൻസിനെ പറ്റി ഒരു സെക്ഷനും കൂടെ BNSSൽ പറയുന്നുണ്ട്. ഇതിന്റെ അപ്പുറത്തേക്ക് സെക്ഷൻ 71 കൂടെ സമൻസുമായി ബന്ധപ്പെട്ട് BNSSൽ പറയുന്ന ഒരു സെക്ഷനാണ്. സെക്ഷൻ 71 പറയുന്നത് സർവീസ് ഓഫ് സമൻസ് ഓൺ വിറ്റ്നസ് ആണ്. വിറ്റ്നസിന് സമൻസ് അയക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ്, നിങ്ങൾക്ക് സിലബസിൽ പഠിക്കാനില്ല. അപ്പം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, സമൻസ് എപ്പോഴും അക്യൂസ്ഡിന് മാത്രമല്ല അയക്കുന്നത്, വിറ്റ്നസിനും അതുപോലെ കംപ്ലൈനന്റ് ആയിട്ടുള്ള ആളുകൾക്കും ഒക്കെ സമൻസ് അയക്കുന്നതാണ്. അപ്പൊ സമൻസ് കിട്ടിക്കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ ആ സമൻസിൽ പറയുന്ന തീയതി പറയുന്ന കോടതിയിൽ പറയുന്ന സമയത്ത് എത്തുക എന്നും അതിന്റെ കേസുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രൊസീഡിങ്സുമായി ബന്ധപ്പെട്ട് സഹകരിക്കുക എന്നുള്ളതുമാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ക്ലാസ്. കുറച്ച് ലെങ്തി ആയിരുന്നു, നമ്മൾ സെക്ഷൻ 63 മുതൽ 70 വരെ എടുത്തത് കൊണ്ട് തന്നെ, പക്ഷെ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നമുക്കിനി വാറന്റ് ആണ് നോക്കാനുള്ളത്, അത് അടുത്തൊരു സെഷനിൽ നോക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.